Good morning, all. Good morning, teacher. Good morning, Miss. Good morning, Miss. Good morning, Miss. Okay. Prayer പറഞ്ഞോട്ടാ. ഓക്കെ മിസ്, ഞാനാണ് പ്രേയർ. ഗൗരീ നന്ദന ഗജവദന ഗണേശ വരദാ മാം പാഹി. ഗൗരീ നന്ദന ഗജവദന ഗണേശ വരദാ മാം പാഹി. ഗജമുഖ ഗജമുഖ ഗണനാഥ ഗണേശ വരദാ മാം പാഹി. ഗജമുഖ ഗജമുഖ ഗണനാഥ ഗണേശ വരദാ മാം പാഹി. ഗജാനന 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 ഓം ഗജവദന. ഗൗരീ നന്ദന ഗജവദന ഗണേശ വരദാ മാം പാഹി. താങ്ക് യു. Signing and thought of the day. Thought of the day, Miss. Good morning to all. Thought of the day. Literacy is not the end of education or even the beginning. By Mahatma Gandhi. Thank you. Good morning, all. Sign in ഒരു റൈം പാടാമേ. Rhyme name was clap clap clap. Two little hands go clap clap clap. Two little legs go tap tap tap. One little head wears cap cap cap. Teddy bear, turn around. വേറൊരു സോങ് ആണ് ഇത്. Teddy bear, turn around. Teddy bear, touch the ground. Teddy bear, polish your shoes. Teddy bear, off to school. Thank you. Good morning, all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഓർമ്മയുണ്ടോ? ടീച്ചർ പാർട്ട് 2 യൂണിറ്റ് 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ പേജ് നമ്പർ 35 കേട്ടോ. ഡിഫറൻസ് അല്ലേ പറഞ്ഞത്? അതെ അതെ. ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മോക്ക് ടെസ്റ്റ് എല്ലാ യൂണിറ്റിനും കിട്ടിയില്ലേ? നോക്കാറുണ്ടോ മോക്ക് ടെസ്റ്റ്? ഓക്കെ, നോക്കിട്ട് പറഞ്ഞാൽ മതി. ഏതെങ്കിലും മിസ്സിന്റെ പറഞ്ഞ്. ചൈൽഡ് വെൽഫെയറിൻ്റെത് ഉണ്ടായിട്ടാലോ? ചൈൽഡ് വെൽഫെയറിന് ഇട്ടിട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ, അങ്ങനെ അത് ഇട്ടേക്കൂട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് യൂണിറ്റ് 1 ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമ്മള് ഗ്രോത്ത് എന്താന്ന് നോക്കിയില്ലേ? ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്താന്ന് ഏകദേശം ധാരണ കിട്ടിയോ? ഒന്നുകൂടി നമുക്ക് നോക്കാം. എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ് ഒന്നുകൂടി നോക്കാം. സാധാരണ എല്ലാവരും ഗ്രോത്ത് ഡെവലപ്മെന്റ് സെയിം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് ആണ് എന്ത് ഗ്രോത്ത് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് ചെറിയൊരു പാർട്ട് മാത്രമാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മുടെ സെൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ, ഫിസിക്കൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണ് നമ്മൾ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിനെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്,
സോഷ്യൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അങ്ങനെ എല്ലാ ഡെവലപ്മെന്റും ഒരുമിച്ച് വരുമ്പോഴാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. നമുക്കിതിൽ ഏതാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണോ ഗ്രോത്ത് ആണോ ഡെവലപ്മെന്റ് ആണോ മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഗ്രോത്ത്. ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഗ്രോത്ത്. ഡെവലപ്മെന്റോ വികാസം ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ പറയാൻ പറ്റും. ഇപ്പൊ ഹൈറ്റ് ഇത്രയും കൂടി അല്ലെങ്കിൽ ഹൈറ്റ് ഇത്രയുമാണ്, വെയിറ്റ് ഇത്രയുമാണെന്നൊക്കെ പറയുന്ന പോലെ ഗ്രോത്ത് ഡെവലപ്മെന്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, അളക്കാൻ പറ്റില്ല. അളക്കാൻ പറ്റില്ല. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ ആണ്, ഒരു വ്യക്തിയുടെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ ആണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോത്ത് കണ്ടിന്യൂസ് പ്രോസസ് ആണോ? നമ്മുടെ ഹൈറ്റിനെ അല്ല, ഒരു മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോ അത് സീസ് ആവും അല്ലെ. നമ്മുടെ ഗ്രോത്ത് ഒരു മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോൾ അത് സീസ് ആവും. പക്ഷെ ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മൾ ലേൺ ചെയ്യുന്നതിലൂടെ, നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് നമ്മൾ മിങ്കിൾ ആവുന്നതിലൂടെ നമ്മൾ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ട് മാറാണ്. നമ്മളിൽ ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലൈഫ് ലോങ് പ്രോസസ് ആണ് എന്ത് ഡെവലപ്മെന്റ്. ഓക്കെ, നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇനി ടെസ്റ്റിലേക്കാണ് വരുന്നത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ്. ഓക്കെ, ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഇത് കണക്റ്റഡ് വിത്ത് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്തെല്ലാം വരുന്നുണ്ട്? ഫിസിക്കൽ ഡെവലപ്മെന്റ്, ദാറ്റ് മീൻസ് ഗ്രോത്ത്, ബിഹേവിയറൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ഗ്രോത്ത്. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ചാണ് എവിടെ വരുന്നത്? ഡെവലപ്മെന്റിൽ വരുന്നത്. ഇൻ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫ് ഫ്രം, നമുക്കറിയാം ഓരോ സ്റ്റേജസിലൂടെയാണ് ഓരോ കുട്ടിയുടെ ലൈഫ് കടന്നു പോകുന്നത്. ആദ്യം ബേബിഹുഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഇൻഫന്റ് ഏജ് 0 to 2 years. പിന്നെ ചൈൽഡ്ഹുഡിലേക്ക് വരും, പിന്നെ ചൈൽഡ്ഹുഡിൽ നിന്ന് അഡോൾസന്റ് ഏജിലേക്ക് വരും, അഡോൾസന്റ് ഏജിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് വരും. നമ്പർ ഓഫ് ചേഞ്ചസ് ആണ് ഏർലി സ്റ്റേജസിൽ സംഭവിക്കുന്നത്. All through the process, each person develops an attitude, value that guides souls, relationship, understanding. നമ്മളിപ്പോ ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ഈ ഓരോ സ്റ്റേജസിലൂടെയും ഡെവലപ്മെന്റ് ഈച്ച് ആൻഡ് എവറി സ്റ്റേജസിലൂടെയും കുട്ടികളിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ എന്താ പറയാ പെരുമാറ്റശീലം, ബിഹേവിയർ, വാല്യൂസ്, ഹ്യൂമൻ റിലേഷൻസിന് അവരെ വാല്യൂ കൊടുക്കണം, അണ്ടർസ്റ്റാൻഡബിലിറ്റി, പിന്നെ അവരുടെ ചോയ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് ഡെവലപ്പ് ചെയ്ത് വരാണ്. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഓരോ സ്റ്റേജ് ആൻഡ് എവറി സ്റ്റേജിൽ ഒരു വ്യക്തിയുടെ ഏതൊരു സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഡെവലപ്മെന്റ് ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡും വാല്യൂം എല്ലാം എന്ത് ചെയ്യുന്നു ഡിറ്റർമിൻ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അണ്ടർസ്റ്റാൻഡബിലിറ്റി, കേപ്പബിലിറ്റി, റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടായിരിക്കും ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഡയമെൻഷണൽ ആയിട്ടുള്ള ആർഗ്യുമെന്റേഷൻ ആണ്. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്, നമ്മൾ സെൽസിന്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ആണ്, നമുക്ക് ക്വാണ്ടിറ്റീവ് മെഷർ ചെയ്യാൻ പറ്റുന്ന മാറ്റമാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. ചേഞ്ചസ് ഇൻ സൈസ്, വെയിറ്റ്, നമ്പേഴ്സിലൊക്കെ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ ഗ്രോത്ത് ഇസ് ബേസ്ഡ് ഓൺ ബയോളജിക്കൽ ഇവന്റ്സ്. നോർമലി ബയോളജിക്കൽ ഇവന്റ്സിന്റെ ബേസിലാണ് നമ്മൾ ഹ്യൂമൻ ഗ്രോത്ത് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളുടെ ബേസിലാണ് നമ്മൾ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. വിച്ച് കോസ് ഗ്രോത്ത് ഫിസിക്കലി ദാറ്റ് നാച്ചുറലി ഹാപ്പൻസ് ഇൻ ദ കോഴ്സ് ഡ്യൂറിംഗ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫ്. അപ്പൊ ഫിസിക്കൽ ഗ്രോത്ത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ഗ്രോത്ത് സംഭവിച്ചിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഏർലി സ്റ്റേജസ് ആണ് അല്ലെ. ഒരു കുട്ടിയുടെ ഏർലി സ്റ്റേജസിലായിരിക്കും ആ കുട്ടിയിലെ ഏറ്റവും റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 to 2 years ആണ്. നമ്മള് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ നടന്നു തുടങ്ങില്ല അല്ലെ. അവനില് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അവൻ ഡെവലപ്ഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് അവനിൽ വരുന്ന മാറ്റങ്ങളിലൂടെ
ഓരോ സ്റ്റേജസിലൂടെ ഗ്രോ ചെയ്താണ് അവർ ഫിസിക്കലി അവന് എന്ത് വരുന്നത് ഗ്രോത്ത് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ഗ്രോത്ത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു വ്യക്തിയുടെ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ ഗ്രോത്ത് സംഭവിക്കും. ഇനി ഡെവലപ്മെന്റ് എന്താണ്? ഡെവലപ്മെന്റ് നെവർദലെസ് is a product of psychological and social growth. ഡെവലപ്മെന്റ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രോത്ത് എന്ന് പറഞ്ഞെങ്കിൽ, ഇവിടെ ഡെവലപ്മെന്റ് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആണ്, നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ മൈൻഡിന്റെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഗ്രോത്തിന്റെ ഭാഗമാണ്. Stressed by the environment and individual behavior factor sometimes more easily refers to maturity. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ അക്വയർ ചെയ്യുന്നത്. കാരണം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഡെവലപ്ഡ് ആയിട്ട് മാറുന്നത്. ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ ഫാക്ടർ ആണ്, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയാണ് ആ ഡെവലപ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ചിലപ്പോ ഞാൻ കാര്യം പറയാം, നല്ല അത്യാവശ്യം ഹൈ ക്ലാസ് ആയിട്ടുള്ള ഒരു കുട്ടി, ഒരു ഹൈ ക്ലാസ്സിൽ വളർന്നു വരുന്ന കുട്ടീനേക്കാൾ മെച്യൂരിറ്റി ഉണ്ടാവും. ഇപ്പൊ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലായാലും കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന കാര്യങ്ങളിലായാലും ഒരു മിഡിൽ ക്ലാസ്സിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് എന്താണ് ജീവിത സാഹചര്യങ്ങൾ, അത് ഫേസ് ചെയ്യുന്ന ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഹൈ ക്ലാസ്സിൽ വളർത്തുന്ന കുട്ടികൾക്ക് അവിടെ എല്ലാം അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കാനായിട്ട് പാരന്റ്സ് ഉണ്ടാവും. പക്ഷെ മിഡിൽ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അത് അവർ സ്വയമേ നേടിയെടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ കൊമ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ കാര്യമായാലും ആലോചിച്ച് നോക്കുക. സാധാരണ ഹൈ ക്ലാസ്സിലെ കുട്ടികൾ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള വീട്ടിലെ കുട്ടികളാണെങ്കിൽ ഒരുപാട് ട്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്തായിരിക്കും അവരുടെ പാരന്റ്സ് ഏറ്റവും നല്ല സാറന്മാരെ അല്ലെങ്കിൽ നല്ല ട്രെയിനേഴ്സിനെ വെച്ചിട്ടായിരിക്കും അവർക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷെ മിഡിൽ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അത് നമ്മൾ നേടിയെടുക്കണം, നമ്മൾ സ്വയമേ കഷ്ടപ്പെട്ട് അത് നേടിയെടുക്കുകയാണ്. അപ്പൊ ഇതില് ആർക്കായിരിക്കും ഭാവിയില് അത്യാവശ്യം നല്ല ഉയരങ്ങൾ എത്തിപ്പിടിക്കാനായിട്ട് പറ്റുന്നത്? രണ്ടുപേർക്കും പറ്റായിരിക്കും. എന്നാലും സ്വയം പ്രയത്നത്തിൽ നേടിയെടുക്കാനായിട്ട് ഏത് കുട്ടികൾക്ക് ലോ ക്ലാസ്സിലെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലെ കുട്ടികൾക്ക് പറ്റും. കാരണം അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് സ്വയമേ ആണ്. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ കാര്യം, ഫിനാൻസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹൈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഹൈ ക്ലാസ്സിലെ കുട്ടികളെക്കാളും കൂടുതൽ ലോ ക്ലാസ്സിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും അല്ലെ. കാരണം അവിടെ അവർക്ക് എന്ത് ഫണ്ടും കാര്യങ്ങളൊക്കെ വീട്ടില് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കാണെങ്കിലോ ഫണ്ടും കാര്യങ്ങളും ഒന്നും പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല. സോ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മളുടേതായ ആവശ്യങ്ങൾ മാറ്റിയിട്ട് നമ്മൾ ബാക്കി സേവ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആർക്കുണ്ടാവും? ഈ കുട്ടികൾക്ക് ഉണ്ടാവും. ഇതൊരു നാച്ചുറൽ പ്രോസസ്സിന്റെ ഭാഗമാണ്. ഇത് നമ്മുടെ ഡെവലപ്മെന്റ് മറ്റൊരു പേരും കൂടി പറയും, മെച്യൂരിറ്റി എന്ന് പറയും കേട്ടോ. ഡെവലപ്മെന്റ് നമ്മുടെ മെച്യൂരിറ്റി എന്നൊരു പേരും കൂടി പറയും. നോർമലി ഇപ്പൊ നമ്മൾ ഫാമിലി എടുക്കുകയാണെങ്കിൽ മൂത്ത കുട്ടികൾക്ക് അത്യാവശ്യം മെച്യൂരിറ്റി ഉണ്ടാവും അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂത്ത കുട്ടികൾക്ക് അത്യാവശ്യം മെച്യൂരിറ്റി ഉണ്ടാവും. പക്ഷെ ഇളയ കുട്ടികൾക്ക് അത്രയും മെച്യൂരിറ്റി ഉണ്ടാവണമെന്നില്ല, അത്രയും മെച്യൂരിറ്റി ഉണ്ടാവണമെന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്മളുടെ സിബ്ലിങ്സിനെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ മൂത്ത കുട്ടിയാണെങ്കിൽ ഇളയ കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യില്ല, അത് വേറെ കാര്യം. മൂത്ത കുട്ടികൾക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൂത്ത കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടി മെച്യൂരിറ്റി. ഇളയ കുട്ടികൾക്ക് അത്രയും മെച്യൂരിറ്റി കുറവായിരിക്കും നോർമലി. കാരണം മൂത്ത കുട്ടികൾ പെട്ടെന്ന് അവർക്ക് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആ ചേഞ്ചസിനനുസരിച്ച് അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇളയ കുട്ടികൾ അവരുടെ ഫേവറിനായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കും. ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞത്, ജസ്റ്റ് പറഞ്ഞോളൂ. ഇനി മെച്യൂരിറ്റി എന്ന് പറയാറുണ്ടല്ലേ നമ്മൾ സാധാരണ കോമൺലി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു കുട്ടിയെ കാണുമ്പോൾ അവൻ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അവൻ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ പറയും ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി അവനുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ട് പറയാറില്ലേ? കേട്ടിട്ടുണ്ടാരെങ്കിലോ? ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ടെന്നൊക്കെ ഓക്കെ നമ്മൾ പറയുകയും ചേച്ചി അവന് ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട് എന്ന് പറയും. അതേ നമ്മൾ തന്നെ പറയും ചില കുട്ടികളെ കാണുമ്പോൾ അവനൊട്ടും മെച്യൂരിറ്റി ഇല്ല, അവന് ഇത്രയും പ്രായമായി ഒരു തനിയെ മെച്യൂരിറ്റി വേണ്ടേ എന്ന് പറയാറുണ്ട് ഇല്ലേ? സോ ഏജ് മെച്യൂരിറ്റിയും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം സെയിം ഏജിൽ ഇപ്പൊ ഒരു ആൺകുട്ടിനെയും പെൺകുട്ടിനെ എടുക്കുകയാണെങ്കിൽ മേ ബി കമ്പയർ ടു ആൺകുട്ടിനെയും പെൺകുട്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ പെൺകുട്ടികൾക്ക് ഇത്തിരി മെച്യൂരിറ്റി ആൺകുട്ടികൾക്ക് മെച്യൂരിറ്റി കുറവുമാണ് നമുക്ക് സാധാരണ നോർമലി കാണുന്നത്.
അതേപോലെ തന്നെ ഇപ്പോ ഇതൊരു മൂത്ത കുട്ടീനെ ഫാമിലിയിലെ തന്നെ ഒരു മൂത്ത കുട്ടീനെ ഒരു ഇളയ കുട്ടീനെ എടുത്താണെങ്കിൽ 2 ആൺകുട്ടികളാണ് വിചാരിക്കും. അപ്പൊ മൂത്ത കുട്ടിയുടെ മെച്യൂരിറ്റി പോലും ആർക്ക് ഉണ്ടാവില്ല, ഈ ഇളയ കുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല. ഇനി while both of these natural process are greatly different, നമുക്ക് മനസ്സിലായി ഡെവലപ്മെന്റും അതേപോലെ തന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമുക്ക് ആ ടേബിളും കൂടി വായിച്ചു കഴിയുമ്പോൾ ക്ലിയർ ആവും ട്ടോ. are closely related step in producing healthy adult. പക്ഷേ ഇത് രണ്ടും ഗ്രോത്തും ഡെവലപ്മെന്റും നമുക്ക് വേണം. ഒരു നല്ല അഡൾട്ടിനെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള അഡൾട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് നല്ലൊരു ഗ്രോത്തും നമുക്ക് ഡെവലപ്മെന്റ് ആ കുട്ടിക്ക് വേണം. Crankroth remarks that growth refers to structural. Crankroth എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളാണ്. അപ്പോ അവർ പറയുന്നത് എന്താണ്, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റമാണ്, ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗികമായിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറിൽ നമുക്ക് പുറമേ മെഷർ ചെയ്യാനൊക്കെ പറ്റുന്ന ചേഞ്ചസ് ആണ്. ബട്ട് ചേഞ്ചസ് while development refers to growth as well as the changes in the behavior. നമ്മൾ ഗ്രോത്തും വരുന്നുണ്ട്, ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റവും കൂടി എവിടെ വരും, ഡെവലപ്മെന്റിൽ വരും. In words of Hello, the term development refers a progressive series of changes that happen in orderly and predictable pattern as the result of maturation and experience. Development എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ആയിട്ടുള്ള സീരീസ് ഓഫ് ചേഞ്ചസ് ആണ്. നമ്മൾ ഒരുപാട് ഡെവലപ്മെന്റ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഫിസിക്കൽ, ബിഹേവിയർ, കോഗ്നിറ്റീവ്, ഇമോഷണൽ, സോഷ്യൽ. ഈ ഡെവലപ്മെന്റ് എല്ലാം കൂടുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രെഡിക്റ്റബിൾ പാറ്റേൺ ആണ് ഹ്യൂമൻ ബീയിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പ്രെഡിക്റ്റബിൾ ആണ് ആസ് ദ റിസൾട്ട് ഓഫ് മെച്യൂരിറ്റി ആൻഡ് എക്സ്പീരിയൻസ്. ഓരോ വ്യക്തിയുടെ മെച്യൂരിറ്റി ഉണ്ട്, എന്നാലും എക്സ്പീരിയൻസ് ഓരോ വ്യക്തിയും കടന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് അവനെ ഡെവലപ്ഡ് ആക്കി മാറ്റുന്നത്, അവനിലെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അപ്പോ രണ്ട് ജീവിത സാഹചര്യങ്ങളിലൂടെ വരുന്ന രണ്ട് കുട്ടികൾക്കും എൻറ്റയർലി രണ്ട് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആയിരിക്കും സംഭവിക്കുന്നത്. ഇപ്പൊ ഫിനാൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ ഒരു ഫാമിലിയുടെ കേസിലാണെങ്കിൽ നല്ല രീതിയിൽ ഫിനാൻസും കാര്യങ്ങളൊക്കെ കിട്ടി നല്ല എന്താ പറയുക നല്ല ഹൈ ക്ലാസ് ഫാമിലിയിൽ വളർന്നു വരുന്ന അതേ ഏജിലുള്ള കുട്ടിക്ക് ചിലപ്പോൾ ലോ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടിനേക്കാളും മെച്യൂരിറ്റി വളരെ കുറവായിരിക്കും. കാരണം ഇവൻ വളർന്നു വരുന്ന സാഹചര്യം മിഡിൽ ക്ലാസ് എന്ന് വിചാരിക്കും. അവൻ വളർന്നു വരുന്ന സാഹചര്യം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവൻ എന്ത് വേണമെങ്കിലും അവനത് നേടിയെടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സാഹചര്യങ്ങളിലൂടെയാണ് എന്തുവരെ സംഭവിക്കുന്നത്, ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, അതായത് നമ്മുടെ എൻവയോൺമെന്റ്, നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ എന്താ പറയാ റീഡിങ്, നമ്മള് എന്താ പറയാ നമ്മള് ബുക്കുകൾ വായിക്കുന്നതിലൂടെ എല്ലാം ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫ് ലോങ് നമ്മളിൽ വരുന്ന മാറ്റം, അല്ലെങ്കിൽ നമുക്ക് വരുന്നത് ഡെവലപ്മെന്റ് മാത്രമാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ഒരു ഏജ് 30 ഒക്കെ ആവുമ്പോഴേക്കും ഗ്രോത്ത് എല്ലാവരുടെയും സീസ് ആയിട്ടുണ്ടാവും അല്ലെ. ഏകദേശം ഏജിലൊക്കെ കഴിഞ്ഞപ്പോൾ 90 കഴിഞ്ഞപ്പോൾ ഹൈറ്റ് സീസ് ആയി. നമുക്ക് ഗ്രോത്ത് ഇനിയിപ്പോ നമുക്ക് വെയിറ്റ് ഒക്കെ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റിന്റെ ഭാഗമായിട്ടായിരിക്കും. നമ്മുടെ ഗ്രോത്ത് ഏകദേശം സീസ് ആയിട്ടുണ്ട്. ഇത് സംഭവിക്കേണ്ടത് ഡെവലപ്മെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് എഡ്യൂക്കേഷന് പ്രായമില്ല, പഠിക്കാനായിട്ട് പ്രായം ഒരു തടസ്സമല്ല എന്ന് പറയാറില്ലേ. നിങ്ങൾ എല്ലാവരും ഈ നമ്മളൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരുമിച്ച് വന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രായം പഠിക്കാനായിട്ടൊരു തടസ്സമേ അല്ല. ഇനി ഈ ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ഡേ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്തുള്ള ക്യാരക്ടർ ആണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്നോട് പറയണം നിങ്ങൾ എന്തെല്ലാം ഡെവലപ്മെന്റ് ആണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് ചോദിക്കാം, ക്ലാസ്സിന്റെ ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ ചോദിക്കാം. നമ്മൾ ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നോക്കാൻ പോകുന്നത്. ആ മുകളിൽ പറഞ്ഞ പാരഗ്രാഫിന്റെ ഒക്കെ സമ്മപ്പ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഈ ഒരു ബോക്സ് തന്നെ ക്ലിയർ ആവും, നിങ്ങൾ ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് വ്യക്തമാവും കേട്ടോ. ഓക്കെ, ഗ്രോത്ത് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് ദ ബോഡി. ഒരു വ്യക്തിയുടെ സ്പെസിഫിക് ആസ്പെക്റ്റിൽ വരുന്ന മാറ്റത്തെയാണ്
ഗ്രോത്ത് എന്ന് പറയുന്നത് ഓർ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, ഒരു ബിഹേവിയറിൽ ചെറിയ കാര്യത്തിൽ വരുന്ന ഒരു ബിഹേവിയറിലോ ബോഡിയിൽ വരുന്ന ചെറിയ മാറ്റത്തെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നതെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഓവറോൾ ചേഞ്ചസ്. ഒരു വ്യക്തിയുടെ ഓവറോൾ ചേഞ്ചസിൽ വരുന്ന മാറ്റത്തെയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് റിസൾട്ട് ഇൻ ഇംപ്രൂവ്ഡ് ഫങ്ഷനിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇത് എന്തിന് കാരണമാകുന്നു? ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഒരു ഇൻഡിവിജ്വലിനെ ഫങ്ഷൻ ചെയ്യാനായിട്ട് ഡെവലപ്മെന്റ് ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രോത്ത് ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആക്സെപ്റ്റ്. നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ ഗ്രോത്ത്. ഇപ്പൊ ഹൈറ്റ് കുട്ടിയുടെ ആണെങ്കിൽ ഹൈറ്റ് കൂടുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മെഷർമെന്റ് പോസിബിൾ ആണ് എന്തിന്റെ ഗ്രോത്തിന്. പക്ഷെ ഡെവലപ്മെന്റില് മെഷർമെന്റ് പോസിബിൾ ആണോ? പോസിബിൾ അല്ല, മെഷർ ചെയ്യാനായിട്ട് പറ്റൂല. ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ്. ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണ്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലെ, നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മളിപ്പോ ഇങ്ങനെ പറയും ആ കുട്ടി മെച്ചുവേർഡ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ തന്നെ ഗ്രൂപ്പിൽ ഉണ്ടാവും അല്ലെ അത്യാവശ്യം മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാള് അതിലുണ്ടോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും സീരിയസ് ആയിട്ടൊക്കെ ഹാൻഡിലൊക്കെ ചെയ്യുന്നേ. നമ്മള് തമാശയാണെന്ന് പറഞ്ഞു തമാശയൊക്കെ പറഞ്ഞാലും അത് അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇത്തിരി കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടീം മെമ്പർ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു വ്യക്തി. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും അത്യാവശ്യം മേ ബി ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ഡെവലപ്മെന്റ് കൂടുതൽ സംഭവിക്കുന്നത്, മുതിർന്നവര്. അപ്പൊ ആ ഒരു വ്യക്തി അത് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഡെവലപ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്ഡ് അല്ലെങ്കിൽ അൺഡെവലപ്ഡ്, അല്ലെങ്കിൽ മെച്യൂർഡ് ആണ് മെച്യൂർഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആക്സെപ്റ്റ് ആണ്. ഇനി ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യോ? നമ്മുടെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യോ? കണ്ടിന്യൂ ചെയ്യോ ഗ്രോത്ത്? ഹൈറ്റ് വെച്ചോണ്ടേയിരിക്കോ? ഇല്ല 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 മാം, അതൊരു വയസ്സ് വരെ ഉണ്ടായിരിക്കുള്ളൂ ഗ്രോത്ത്. ഓക്കെ, അപ്പൊ ഗ്രോത്ത് എന്താണ്? കണ്ടിന്യൂ ചെയ്യില്ല. ഇറ്റ് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ദ ലൈഫ്. നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് അത് കണ്ടിന്യൂ ചെയ്യില്ല. ഇറ്റ് സ്റ്റോപ്പ് വെൻ മെച്യൂരിറ്റി അറ്റൈൻ. നമ്മൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ വെച്ച് സീസ് ആയി പോകും. ഓക്കെ, ഇനി ഡെവലപ്മെന്റ് എങ്ങനെയാണ്? അൺസീസിങ് പ്രോസസ് ആണ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ത്? ഡെവലപ്മെന്റ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ്സ്. ഇതൊരിക്കലും എന്ത് ചെയ്യില്ല. when the maturity is attained, നമ്മൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്താൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവില്ല. കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ് നമ്മൾ വരുന്ന അല്ലെങ്കിൽ നമ്മളിലൂടെ കടന്നു പോകുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളും ഓരോ സിറ്റുവേഷനിലൂടെയും നമ്മൾ ഡെവലപ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ എൻവയോൺമെന്റ്, ചുറ്റുപാട് നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടിൽ വരുന്ന മാറ്റങ്ങളിലൂടെ നമ്മളും എന്തായിട്ട് മാറും? ഡെവലപ്ഡ് ആയിട്ട് മാറാണ്. അതേപോലെ നമ്മൾ കൂടുതലായിട്ട് റീഡിങ് ഹാബിറ്റ്, നല്ല രീതിയിൽ റീഡിങ് ഹാബിറ്റ് ഒക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ അതിൽ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറാം. ഇറ്റ് ഈസ് എ നാരോ ഇൻ ഇറ്റ്സ് മീനിങ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നാരോ കൺസെപ്റ്റ് ആണ്, ചെറിയ കൺസെപ്റ്റ് ആണ്. ഡെവലപ്മെന്റിന്റെ ഏറ്റവും ചെറിയൊരു കൺസെപ്റ്റ് ആണ് ഗ്രോത്ത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ, സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ്, ലാംഗ്വേജ്, അങ്ങനെ ഡിഫറെന്റ് അത്രയും ഡെവലപ്മെന്റ്സ് എന്തിലുണ്ട്? ഡെവലപ്മെന്റ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ് എന്ത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നാരോ കൺസെപ്റ്റ് ഇൻ ഇറ്റ്സ് മീനിങ് ആൻഡ് ഓൺലി വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് ഡെവലപ്മെന്റ് പ്രോസസ്. ഒരു ചെറിയ നാരോ കൺസെപ്റ്റ് ആണ്. നമ്മുടെ ഡെവലപ്മെന്റ് പ്രോസസ്സിലെ ഒരു ഫീച്ചറും ആണ് എന്ത്? ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വൈഡർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് അല്ലെ, കുറച്ചുകൂടി വൈഡർ കോംപ്രിഹെൻസീവ് ടൈം ആണ് ഡെവലപ്മെന്റ്. ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കൽ, സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ്, ലാംഗ്വേജ്, എൻറ്റയർ ഡെവലപ്മെന്റ് എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടൈമിൽ ഇൻക്ലൂഡഡ് ആണ്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ചിലപ്പോൾ ഗ്രോത്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരാതിരിക്കാം. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചല്ലേ, പഠിച്ചില്ലേ? അതിൽ മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ? അവർക്ക് ചിലപ്പോൾ ആരോഗ്യമൊക്കെ ഉണ്ടാവും അല്ലെ, നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും, നല്ല ഏജ് ഒക്കെ നമുക്ക് തോന്നും.
പക്ഷെ അവര് മനസ്സുകൊണ്ട് എങ്ങനെയായിരിക്കും? ഒരു 3 വയസ്സുകാരന്റെ അല്ലെങ്കിൽ 3 വയസ്സുകാരനേക്കാൾ താഴ്ന്ന കുട്ടിയുടെ ഡെവലപ്മെന്റ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ? അവർ ഗ്രോ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ അത്ര ഉണ്ടാവുള്ളൂ. അപ്പോ ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ചിലപ്പോൾ കൊണ്ടുവരാം, കൊണ്ടുവരാതിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഗ്രോത്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരാം. ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ഗ്രോത്ത് ഉണ്ടാവും, പക്ഷെ ഡെവലപ്മെന്റ് ഒട്ടും ഉണ്ടാവില്ല. മെന്റലി റിപ്പയർ ചിൽഡ്രൻസിനെ എക്സാമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. ബട്ട് ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഡെവലപ്മെന്റ് നമുക്ക് ഗ്രോത്ത് ഇല്ലെങ്കിലും ഡെവലപ്മെന്റ് സംഭവിച്ചൂടെ? നമ്മൾ പറയില്ലേ ഏജിനേക്കാൾ മെച്യൂരിറ്റി എന്നൊക്കെ ഒരു കോംപ്രിഹെൻഷൻ ഇങ്ങനെ പറയാറുണ്ടല്ലോ നമ്മൾ ചില കുട്ടികളെ കാണുമ്പോൾ. അവന് ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉണ്ട്, അവരുടെ പ്രായത്തേക്കാൾ കൂടുതൽ പക്വതയുണ്ട്, അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ പറയാറില്ലേ? എന്ന് വെച്ചാല് അവർ ആ ഒരു ഏജോ അല്ലെങ്കിൽ അത്രയും ഗ്രോത്തോ എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ ആ ഒരു പ്രായത്തിൽ കാണിക്കുന്നത് സാധാരണ നോർമൽ കുട്ടികൾ കാണിക്കുന്ന അതിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ചിലപ്പോൾ അവർ പ്രകടിപ്പിക്കും. ഓക്കെ അല്ലെ? ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഗ്രോത്ത് ചിലപ്പോൾ ഡെവലപ്മെന്റ് കൊണ്ടുവരാം, കൊണ്ടുവരാതിരിക്കാം. അതിന് എക്സാമ്പിൾ മെന്റലി റിപ്പയർ ചിൽഡ്രൻസ് ആണ്. ഡെവലപ്മെന്റ് ഇസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ചില കുട്ടികൾക്ക് അവരുടെ പ്രായത്തേക്കാൾ കൂടുതൽ എന്താണ് ഡെവലപ്മെന്റ് സംഭവിക്കാം. ഗ്രോത്ത് ഇല്ലെങ്കിലും അവർക്ക് ഡെവലപ്മെന്റ് സംഭവിക്കാം. ഇനി the changes generated by growth are visible and can be measured. നമുക്ക് ഗ്രോത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനും പറ്റും, മെഷർ ചെയ്യാനും പറ്റും. അപ്പൊ നമ്മൾ ഹൈറ്റ്, കുട്ടികളുടെ ഹൈറ്റ് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ചേഞ്ചസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഡെവലപ്മെന്റ് നമുക്ക് പറ്റുമോ? അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമോ? ഡെവലപ്ഡ് അല്ല, അല്ലെങ്കിൽ മെച്ചുവേർഡ് ആയി മെച്ചുവേർഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് മെഷർ ചെയ്യാൻ പറ്റുമോ? കറക്റ്റ് ആയിട്ടുള്ളൊരു ഇതില്ല, മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല. ഗ്രോത്തിൽ ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റൂല. ഡെവലപ്മെന്റ് ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡെവലപ്മെന്റ് ആർ നോട്ട് വിസിബിൾ ആൻഡ് കനോട്ട് ബി മെഷേർഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്ന് കുട്ടികൾ ഡെവലപ്ഡ് ആണോ അല്ലെങ്കിൽ മെഷേർഡ്, നമുക്കത് മെഷർ ചെയ്യാനും പറ്റില്ല. കുട്ടികളിൽ വരുന്ന ഡെവലപ്മെന്റിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇത്ര എമൗണ്ട് ഡെവലപ്ഡ് ആയി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ് ഡെവലപ്ഡ് ആയി അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഗ്രോത്ത് പറയാം. ഇപ്പൊ ഒരു 5 സെന്റിമീറ്റർ കൂടി ഹൈറ്റ് വെച്ചു ഇല്ലേ? 5 സെന്റിമീറ്റർ കറക്റ്റ് യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഡെവലപ്മെന്റ് ഗ്രോത്തിന്റെ കേസിൽ. പക്ഷെ ഡെവലപ്മെന്റ് കേസിൽ നമുക്ക് അങ്ങനെ യൂണിറ്റോ അങ്ങനെ ഒന്നും പറയാനായിട്ട് പറ്റില്ല. ഇനി ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആണ്, ഘടനാപരമായിട്ട് വരുന്നതാണ്. അത് ഓരോ ഏജിലും ഓരോ ഇങ്ങനെ ഗ്രോത്തിലൂടെ കടന്നു പോകണം എന്ന് പറയുന്നുണ്ട്. ഒരു കുട്ടി ജനിച്ചാൽ ഉടനെ ഒരു മാസത്തിനുള്ളിൽ തല ഉറയ്ക്കണം, 3 മാസത്തിനുള്ളിൽ കമന്ന് വീഴണം, 5 മാസത്തിനുള്ളിൽ ഇരിപ്പുറയ്ക്കണം, പിന്നെ ഒരു 5 മാസത്തിനുള്ളിൽ ഇരിപ്പുറയ്ക്കണം, ഒരു 8 മാസത്തിനുള്ളിൽ എഴഞ്ഞു തുടങ്ങണം, 12 മാസത്തിനുള്ളിൽ പിടിച്ചു നിൽക്കണം, 1.5 വയസ്സിനുള്ളിൽ നടന്നു തുടങ്ങണം, 1.5 വയസ്സ് 18 മാസം 18 ടു ആ ടൈം ആകുമ്പോഴേക്കും ഓടി തുടങ്ങണം, പിന്നെ സ്റ്റെയർ കയറി തുടങ്ങണം. അങ്ങനെ ഓരോ ഏജിലും ഇന്ന ഗ്രോത്തുകൾ സംഭവിക്കും. ഘടനാപരമായിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ? പറയാറില്ലേ? ഒരു 1.5 വയസ്സായിട്ട് നടന്നില്ലെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഗ്രോത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറയും അല്ലെ? അത് നോർമൽ ആണ്, നമ്മളിത് അങ്ങനെ സംഭവിക്കും എന്നുണ്ട്. പക്ഷെ ഡെവലപ്മെന്റ് ഫങ്ഷണൽ ആണ്. ഓരോ കുട്ടിയുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ചിലപ്പോൾ 2 കുട്ടികൾ സെയിം ഏജിൽ 2 കുട്ടികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2 കുട്ടികളും വരുന്ന ജീവിത സാഹചര്യങ്ങൾ, അവരിൽ വരുന്ന പ്രവർത്തനത്തിന്റെ ഫലം അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് കാരണം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും ഈ കുട്ടികൾക്ക് അല്ലെ? സെയിം ഏജിൽ 2 കുട്ടികൾക്കും ഒരേപോലത്തെ മെച്യൂരിറ്റി ഞാൻ കണ്ടിട്ടില്ല. കാരണം ചില കുട്ടികൾ നല്ല മെച്യൂർഡ് ആയിരിക്കും. ചിലപ്പോൾ നമ്മളത് ചോദിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർ മെച്യൂർഡ് ആയിട്ട് മാറിയിട്ടായിരിക്കാം, അവരുടെ കൂടുതൽ ഡെവലപ്മെന്റ് സംഭവിച്ചായിരിക്കും. അടുത്തൊരു കുട്ടി എന്ന് പറഞ്ഞാൽ അവരൊട്ടും അവരുടെ ഏജിനനുസരിച്ചുള്ള മെച്യൂരിറ്റി ഒട്ടും ഉണ്ടാവില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോ ഓരോ കുട്ടികളുടെയും പ്രവർത്തന ക്ഷമമായിട്ടാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അവരുടെ അവരുടെ എൻവയോൺമെന്റ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളിലൂടെയാണ്
കുട്ടിക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കോ, എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ളത് ആദ്യം മുതൽ. ഒന്ന് റീഡ് ചെയ്യട്ടാ. ടേബിൾ റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ ഓക്കെ. അപ്പോ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റും. ഡെവലപ്മെന്റ് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല, ബട്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു വ്യക്തിയുടെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുന്ന പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല. ഗ്രോത്ത് ഒരു നാരോ കൺസെപ്റ്റ് ആണ്, ഡെവലപ്മെന്റ് ഒരു വൈഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരാം, കൊണ്ടുവരാതിരിക്കാം. ബട്ട് ഡെവലപ്മെന്റ് ഇസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലെങ്കിലും ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. ചേഞ്ചസ് ഇൻ ഗ്രോത്ത് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ചേഞ്ചസ് ഇൻ ഡെവലപ്മെന്റ് കനോട്ട് ബി മെഷർഡ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ. നമുക്ക് ഇന്ന ഏജിൽ ഇന്ന ഗ്രോത്ത് സംഭവിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ഗ്രോത്തിലൂടെ കടന്നു പോകണം, ഗ്രോത്തിലൂടെ കടന്നു പോകണം എന്നുള്ളത്
എന്താണ് സ്ട്രക്ചറൽ ആണ്, ഘടനാപരമായിട്ടുള്ളതാണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ആണ്. സെയിം ഏജ് നമ്മള് ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, അവരുടെ എൻവയോൺമെന്റ്, അതേപോലെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇതിലൂടെയാണ് അവരിലെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. നോക്കാം, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. നോക്കാം. Development help as to provide age appropriate task to children. ഡെവലപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ഡെവലപ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ടാസ്കുകൾ, ചെറിയ ചെറിയ ടാസ്കുകൾ കാര്യങ്ങൾ നമുക്ക് ചെറുപ്പത്തിൽ അവരെ ശീലിപ്പിക്കുന്നതിലൂടെ അവർ ഡെവലപ്ഡ് ആയിട്ട് മാറും. ഡെവലപ്മെന്റ് ഹെൽപ്പ് ആസ് ടു നോ what to accept of a child and when to accept it. നമ്മള് എന്താണ് ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഡെവലപ്മെന്റ് സാധ്യമാണ്. അതേപോലെ അത് എപ്പോൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു കുട്ടിയുടെ നമ്മൾ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവരിൽ വരുന്ന പെരുമാറ്റങ്ങളിലൂടെ നമുക്ക് അവരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഡെവലപ്ഡ് ആകണം എന്നൊക്കെ. അപ്പൊ നമ്മൾ അവർ ഡെവലപ്ഡ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ മെച്ചുവേർഡ് ആയോ മെച്ചുവേർഡ് ആയില്ലേ എന്ന് വെച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ഡെവലപ്മെന്റ് ഹെൽപ്പ് ആസ് ടു മേക്ക് ചിൽഡ്രൻ റെഡി ഫോർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ പ്ലേസ് ഓഫ് ദെയർ ബോഡി. ഈ ഡെവലപ്മെന്റ് ഒരു കുട്ടീനെ ആ കുട്ടിയിൽ വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ, അതിന് മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യും, കേപ്പബിൾ ആക്കും. അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റും ഡെവലപ്മെന്റിലൂടെ മാത്രം. മേ ബി ആ ഒരു കുട്ടികൾ നമുക്കറിയാം, ചെറിയ കുട്ടികൾ ഒരു അഡോളസന്റ് ഏജ് വരെയും അവരുടെ ഒരുപാട് മാറ്റങ്ങൾ, അവരുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. അപ്പൊ അതിന് വരുന്ന ചേഞ്ചസും കാര്യങ്ങളും അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഡെവലപ്ഡ് ആയിരിക്കണം. പിന്നെ അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളും, അവർ കറക്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും സെലക്ട് ചെയ്യണമെങ്കിലും അവർ ഡെവലപ്ഡ് ആയിരിക്കണം. അവരുടെ ബിഹേവിയർ, നല്ല രീതിയിൽ പെരുമാറാനായിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ എങ്ങനെയായിരിക്കണം, ഡെവലപ്ഡ് ആയിട്ടുള്ള ചൈൽഡ് ആയിരിക്കണം. ആൻഡ് ദർ എൻവയോൺമെന്റ്, അവരുടെ ചുറ്റുപാടും, അവരുടെ എൻവയോൺമെന്റ്, സോഷ്യൽ അവരുടെ ഹോം എൻവയോൺമെന്റ്, അവിടെ അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും അവരെങ്ങനെയായിരിക്കണം, ഡെവലപ്ഡ് ആയിരിക്കണം. ഡെവലപ്മെന്റ് ഹെൽപ്സ് ഇൻ ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് എനി റീട്രെയിൻഡ് ഡെവലപ്മെന്റ്. എന്ന് വെച്ചാല് ഡെവലപ്മെന്റ് നമുക്കറിയാലോ, ഇങ്ങനെ സ്റ്റേജുകളിലൂടെ ഡെവലപ്മെന്റ് സംഭവിക്കണം. അപ്പൊ എന്തെങ്കിലും തടസ്സങ്ങൾ, ആ കുട്ടികളുടെ ഡെവലപ്മെന്റ് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താനായിട്ട് പറ്റും. നമുക്കറിയാലോ, ഇമോഷണൽ ഗ്രോത്തിന്റെ കേസ് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ കുട്ടികൾ നടന്നു തുടങ്ങിയില്ല, 1.5 വയസ്സായിട്ട് നടന്നു തുടങ്ങിയില്ല. അപ്പൊ ആ കുട്ടിയുടെ ഏതൊരു ഡെവലപ്മെന്റ് റിട്ടൈൻഡ് ആണ്, മന്ദഗതിയിലാണ് നമുക്ക് മനസ്സിലായി. സാധാരണ ഏത് ഏജ് മുതലാണ് കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്നത്? 1 വയസ്സ്. 1 വയസ്സ്. 1.5 വയസ്സൊക്കെ കഴിഞ്ഞ അമ്മ എന്നുള്ള വിളി എന്താണ്? 1 വയസ്സ് തൊട്ട് ഓരോ വാക്കുള്ള ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. അങ്ങനെ അതെ. അപ്പൊ 1 വയസ്സ് 1 ഇയർ ആണെന്ന് വിചാരിക്കും. നമ്മൾ 1 ഇയർ ആയിട്ട് കുട്ടി സംസാരിക്കുന്നില്ല. 1 ഇയർ കഴിഞ്ഞിട്ടും 1.5 വയസ്സ് 1.25 വയസ്സൊക്കെ ആയിട്ടും കുട്ടി സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്തോ ഒരു ഡെവലപ്മെന്റ് റിട്ടൈൻഡ് ആണ്, മന്ദഗതിയിലാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഏർലി ഇങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ, ഡെവലപ്മെന്റ് മന്ദഗതിയിലാണെങ്കിൽ അത് മുൻകൂട്ടി കണ്ടെത്താനായിട്ട് നമ്മൾ ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യും. ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്, അതിൽ മാറ്റങ്ങൾ വരും. കണ്ടിന്യൂസ് പ്രോസസ് ആണ്, അതിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഡെവലപ്മെന്റ് സക്സസീവ് എന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഡെവലപ്ഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏർലി ഡെവലപ്മെന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് അവന്റെ ഏർലി ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് ഏതാണ്? 3 to 6 years ആണ് ഒരു കുട്ടിയുടെ. ഓക്കെ, 3 to 6. അപ്പൊ ആ ഒരു കുട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീരീഡ് ആണ് ഏത് 3 to 6 എന്ന് പറയുന്നത്. ഏർലി ഡെവലപ്മെന്റ് സംഭവിക്കുന്ന പീരീഡ് ആണ്.
മോർ വൈറ്റൽ ദാൻ ലേറ്റർ ഡെവലപ്മെന്റ്. പിന്നീടുള്ള ഡെവലപ്മെന്റിനേക്കാളും കൂടുതൽ ഏർലി ഡെവലപ്മെന്റ് ആണ് കൂടുതൽ. ഡെവലപ്മെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മെച്യൂരിറ്റേഷൻ ആൻഡ് ലേണിംഗ്. ലേണിംഗും മെച്യൂരിറ്റിയുടെയും പ്രൊഡക്റ്റ് ആണ് എന്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ലേൺ ചെയ്യുന്നതിലൂടെ, നമ്മൾ ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമ്മളിൽ ഡെവലപ്മെന്റ് സംഭവിക്കുകയാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ഡെവലപ്മെന്റ്. നമുക്കറിയാം ഡെവലപ്മെന്റ് കേസിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഒരു വ്യക്തിനെ പോലെ ആയിരിക്കും, ഒരു കുട്ടീനെ പോലെ ആയിരിക്കും മറ്റൊരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും കുട്ടികളുടെ ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മളിപ്പോ രണ്ട് കുട്ടികൾ സെയിം ഏജിലെ രണ്ട് കുട്ടികൾ എടുത്താൽ ആ രണ്ട് കുട്ടികളുടെയും ഡെവലപ്മെന്റ് എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? ഓക്കെ, the child developed as a unified whole എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലാണ്. ഓവറോൾ ഡെവലപ്മെന്റ്. യൂണിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ഇതാണ്, ഏകീകരമായിട്ട് മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഒരു ഡെവലപ്മെന്റ്, ഒരു ചൈൽഡിന്റെ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മൊത്തം ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഡെവലപ്മെന്റ് വരുന്നത്, നോട്ട് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമല്ല, അതിൽ നമ്മളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് വരും, ഇമോഷണലി വരും, സോഷ്യൽ വരും, കോഗ്നിറ്റീവ് വരും, ലാംഗ്വേജ് വരും. എല്ലാ ഡെവലപ്മെന്റുകളും ഒരുമിച്ചിട്ടാണ് നമ്മൾ ഒരു കുട്ടി ഡെവലപ്ഡ് ആയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. നമ്മൾ ഡെവലപ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ, ഓരോ കുട്ടിയും നല്ല രീതിയിൽ ഡെവലപ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഡെവലപ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു കുട്ടിയിൽ നിന്ന് ഏത് ഏജിൽ ഏത് പെരുമാറ്റം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് എപ്പോൾ പറ്റും എന്നുള്ളത് ഡെവലപ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ബിഹേവിയറിനെ, അവരുടെ ഇൻട്രസ്റ്റിനെ, അവരുടെ എൻവയോൺമെന്റിനെല്ലാം നമ്മൾ കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് എനി റീട്രെയിൻഡ് ഡെവലപ്മെന്റ്. നമ്മുടെ ഏതെങ്കിലും ഡെവലപ്മെന്റ് മന്ദഗതിയിലാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഡെവലപ്മെന്റ് ഒരു കണ്ടിന്യൂസ് ആണ്, സക്സസീവ് ആണ്. ഡെവലപ്ഡ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ്, ഡെവലപ്ഡ് ചെയ്ത് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും, ഡെവലപ്ഡ് ആവാനായിട്ട് പറ്റും. ഏർലി ഡെവലപ്മെന്റ് ആണ് ഒരു കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീരീഡ്. പിന്നീട് ലേറ്റർ ഡെവലപ്മെന്റ് വന്നാലും അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഏർലി ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ലേണിംഗ് ആൻഡ് മെച്യൂരിറ്റി. മെച്യൂരിറ്റിയുടെയും ലേണിംഗിന്റെയും പ്രൊഡക്റ്റ് ആണ് ഡെവലപ്മെന്റ്. ഓരോ കുട്ടികളും വരുന്ന ഡെവലപ്മെന്റ് എൻറ്റയർലി ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിരിക്കും. സെയിം ഏജിലെ രണ്ട് കുട്ടികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ രണ്ട് കുട്ടികളിലും വന്നിരിക്കുന്ന ഡെവലപ്മെന്റ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് ഹോൾ ആണ്. എല്ലാം ഓവറോൾ ഡെവലപ്മെന്റിനെയാണ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമായിരുന്നെങ്കിൽ ഗ്രോത്ത് എന്നാണ് പറയാം. ഇൻക്ലൂഡിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് കൂടി നമ്മൾ ഓവറോൾ ഡെവലപ്മെന്റ്, ലാംഗ്വേജ്, സോഷ്യൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കോ. നോക്കിയോ, റീഡ് ചെയ്ത് നോക്കി. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആർ ഹെറിഡിറ്ററി. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരമ്പര്യം അല്ലെ. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടർ. ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്.
ചൈൽഡിന്റെ ഡെവലപ്മെന്റിന്റെ ഗ്രോത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഹെറിഡിറ്ററി ഫാക്ടർ, മറ്റൊന്ന് എൻവയോൺമെന്റൽ ഫാക്ടർ. ഹെറിഡിറ്ററി ഫാക്ടർ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ജനറ്റിക് അല്ലെങ്കിൽ നമ്മുടെ ജീന്. ഓക്കെ. എൻവയോൺമെന്റൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, എൻവയോൺമെന്റൽ ഫാക്ടറിൽ വരുന്നത്. ഓക്കെ. ഹെറിഡിറ്ററി ഫാക്ടർ ആൻഡ് ജനറ്റിക് ഫാക്ടറിലാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ് വരുന്നത്. സ്കിന്നിന്റെ കളറ്, ഐ, ഹെയർ, ഷേപ്പ് ഓഫ് ദ നോസ്, ഇയർ, ലൈക്ക് എക്സെട്ര. ഇതെല്ലാം എന്തിൽ വരും, ഹെറിഡിറ്ററി ഫാക്ടറിൽ വരും. പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന ഫാക്ടേഴ്സ് ആണിത്. ഓക്കെ. ഈ എന്റെ മൂക്ക് കണ്ടോ, മൂക്കിൽ കുറച്ച് വ്യത്യാസം അല്ലേ. ഈ മൂക്ക് ആണ് എന്റെ അച്ഛൻ. അപ്പൊ അച്ഛൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിക്കുന്ന ഒരു ഫാക്ടറാണ് ഇത്, ഈ നോസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. വീട്ടിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ഇങ്ങനെ മാച്ച് ആയിട്ടുള്ള ഒരു നോസ് ഷേപ്പ് ഉള്ളൂ. അപ്പോ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഫാക്ടറാണ് അത്. നമ്മൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ പറയും ആളുടെ മോളാണെന്ന് തോന്നുന്നുണ്ടല്ലോ, എന്താ പറയാ, ഇങ്ങനെ ആണെന്ന് തോന്നുന്നു, കളറ് എനിക്ക് അച്ഛന്റെ ചായയാണ് അല്ലെങ്കിൽ അമ്മയുടെ ചായയാണ് പറഞ്ഞു കേട്ടില്ലേ നമ്മള്. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു കുട്ടികളെ നോക്കിയിട്ട് പറയും ഇവിടെ അച്ഛൻകുട്ടിയാണല്ലോ അല്ലെങ്കിൽ ഇവിടെ അമ്മക്കുട്ടിയാണല്ലോ എന്ന് നമ്മൾ പറയില്ലേ. അതെന്താണ്, ഹെറിഡിറ്ററി ഫാക്ടർ ആണ്. നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഫാക്ടേഴ്സ് ആണ് എന്ത്, ഹെറിഡിറ്ററി ഫാക്ടർ. ഓക്കെ. ഇനി സെക്സ്, കുട്ടി മെയിൽ ആവണോ ഫീമെയിൽ ആവണോ എന്ന് തീരുമാനിക്കുന്നതും ഈ ഹെറിഡിറ്ററി ഫാക്ടറിലൂടെ തന്നെയാണ്. അപ്പം നമ്മള് അതിനെ കുറിച്ചിട്ട്, സെക്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കൂട്ടോ. ആരാണ് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന, ഫാദർ ആണോ മദർ ആണോ, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്, അതവിടെ നോക്കാം. ഇനി ഹെറിഡിറ്ററി ഡിസീസ്, പാരമ്പര്യമായിട്ട് അസുഖങ്ങൾ കൈമാറി കിട്ടില്ലേ, കിട്ടോ? എനിക്ക് എന്തിട്ട പാരമ്പര്യമായിട്ടൊരു അസുഖം, തൈറോയിഡ് ആണ്. എനിക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയിരിക്കുന്ന അസുഖമാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഒരെണ്ണം ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ പറയണം, പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന അസുഖങ്ങൾ. ആസ്മ, എനിക്ക് പ്രഷർ, ഡയബറ്റീസ്. അത് പാരമ്പര്യമാണോ? തൈറോയിഡും വീസിങ്ങും. എന്താണ് വീസിങ് ആൻഡ് തൈറോയിഡ്? മനസ്സിലായില്ലടാ. ആസ്തമയെ പറ്റി പറയുന്നത്. ആസ്മ 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 പറഞ്ഞു. മാം, അലർജി പ്രശ്നം. അലർജി പ്രശ്നങ്ങൾ പാരമ്പര്യമായിരിക്കും. സ്കിൻ അലർജി പാരമ്പര്യമായിട്ട്. അതെ, അതെനിക്കുണ്ട്, അമ്മക്കുണ്ട്, അതുകൊണ്ട്. ആണോ? വേറെ ഞാൻ ഈ ഇടയ്ക്കൊരു ആർട്ടിക്കിൾ വായിച്ച ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളില്ലേ, അത് പാരമ്പര്യമാണ്. ഹാർട്ട് റിലേറ്റഡ് ഞാൻ ചിലതൊക്കെ റീഡ് ചെയ്യുമ്പോൾ താല്പര്യം തോന്നും. ഈ ക്യാൻസർ ഏകദേശം പാരമ്പര്യമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏതാണ്, അലർജി, തൈറോയിഡ്, ബിപി, പ്രഷർ, പിന്നെ നമ്മൾ ഡയബറ്റിക് നമുക്ക് ഷുഗർ, ഡയബറ്റിക്, ഇതെല്ലാം കോമൺ ആയിട്ട് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങളാണ് അല്ലെ. ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 2 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പ്രസവത്തിന് മുമ്പുള്ള സാഹചര്യം, അതാണ് പ്രീനെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രസവത്തിന് മുമ്പ് അമ്മ കൺസീവ് ആവുന്ന സമയത്തുള്ള കുട്ടിയുടെ ആ ഒരു എൻവയോൺമെന്റ്, അതാണ് പ്രീനെന്റൽ ഫാക്ടേഴ്സ്. പോസ്റ്റ്നെന്റൽ ഫാക്ടർ എന്ന് പറയുന്നത് പ്രസവാനന്തരം കുട്ടി വളർന്നു വരുന്ന സാഹചര്യം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രസവത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ ഹെൽത്ത്, അമ്മ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻസും കാര്യങ്ങളും എടുത്തോ, അമ്മ തയ്യാറായിരുന്നു കൺസീവ് ആവാൻ വേണ്ടിയിട്ട്, ഡെലിവറിയുടെ സമയത്തുള്ള നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പോസ്റ്റ്നെന്റൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ കുട്ടി വളർന്നു വരുന്ന ഫിസിക്കൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ഇന്റലിജന്റ് എൻവയോൺമെന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് കുട്ടി വളർന്നു വരുന്ന എൻവയോൺമെന്റ്, അവരുടെ ചുറ്റുപാട്, അവന്റെ സമൂഹം, ഇതെല്ലാം അവന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Montessori is in line with the modern psychologists who acknowledge the influence of both
ബോത്ത് നേച്ചർ ആൻഡ് നെച്ചർ വെച്ചാൽ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഷി റൈറ്റ് അബൌട്ട് ദ ഇൻഹെറിറ്റന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രീഡിറ്റർമിൻഡ് പാറ്റേൺ ഓഫ് ദ ബിഹേവിയർ ബട്ട് ഓൾസോ അപ്രൂവ് ഓഫ് വെരി സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് ഇമോഷണൽ കണ്ടീഷൻ. അപ്പോ ഒരുപാട് കാര്യങ്ങള് നമുക്ക് ഹെറിറ്ററി ആയിട്ട് ഇൻഹെറിറ്റന്റ് ആയിട്ട് കിട്ടുന്നതുണ്ട്. നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ എൻവിയോൺമെന്റിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കൈമാറി കിട്ടുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹെറിറ്ററി ഫാക്ടേഴ്സ് ആണ്, പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഫാക്ടേഴ്സ്. പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ചുറ്റുപാടുള്ള എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ അക്വയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എന്താ പറയാ വന്നേ, നമ്മൾ ഏതായിരുന്നു ലാസ്റ്റ് ചെയ്ത ആക്ടിവിറ്റി? ഫ്രെയിം വർക്കിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അത് കംപ്ലീറ്റ് ആയോ? എന്നാ പറഞ്ഞിട്ടുള്ള ഡേറ്റ്? ഡേറ്റ് പറഞ്ഞിട്ടില്ല ടീച്ചർ. കംപ്ലീറ്റ് ആയിട്ടില്ല മിസ്സേ. കംപ്ലീറ്റ് ആയിട്ടില്ല മിസ്. എന്നത്തേക്ക് കംപ്ലീറ്റ് ആകും? ടീച്ചർ ആ 8 എണ്ണവും ചെയ്യണമെന്നുണ്ട്. നമ്മൾ 5 എണ്ണം ചെയ്താൽ പോരെ? 5 എണ്ണം ചെയ്താൽ മതി. എന്നത്തേക്ക് ഡേറ്റ് ഞാൻ നോക്കട്ടെ. ഞാൻ ഈ ഡേറ്റ് തരുന്നത് എനിക്ക് ഓർഡറിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ലാസ്റ്റ് ആ ഒരു ഹരിയപ്പ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡേറ്റ് തരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മള് കുറച്ച് എന്താവും കുഴപ്പന്മാരാവും. അതുകൊണ്ടാ ഞാനും നിങ്ങളും. ഡിസംബർ 1 ഞാൻ തന്നിട്ട് 2 ആഴ്ച കണ്ടായിട്ടുണ്ട്. 2 ആഴ്ച ആയിട്ടുണ്ട്. അപ്പൊ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഒരു ഡിസംബർ 1 നിങ്ങൾ ചെയ്ത ഫ്രെയിം, ഇപ്പൊ ഒരു ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിമും പിന്നെ ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഷൂ ലേസിന്റെ ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു കാർഡ് ബോർഡിൽ നമ്മൾ കട്ട് ചെയ്യുക, ഷൂവിൽ ഷേപ്പ് കട്ട് ചെയ്യുക, ഹോൾ ഇടാം, ലേസ് അതിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഷൂ ലേസ് ആയി, ഷൂ ലേസിന്റെ ഫ്രെയിം ആയി. അല്ലെങ്കിൽ ഒരു ക്ലോത്തിലാണെങ്കിലും അങ്ങനെ ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കാം. ഫ്രെയിമുകൾ മാക്സിമം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഫ്രെയിം പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ ടീച്ചർ 2-3 കുട്ടികൾ ചെയ്തിട്ടുണ്ട്. നമ്മള് എല്ലാരും ചെയ്തിട്ട് പറയാന്ന് വിചാരിച്ചു. അതാ കാരണം നമ്മള് ഓക്കെ കുഴപ്പമില്ല. എല്ലാവരും കൂടി 1 ഡിസംബറിന് ഫ്രെയിം സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഒരുമിച്ച് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ അന്ന് ഞാനൊരു 10 മിനിറ്റ്സോ 20 മിനിറ്റ്സോ ഫ്രെയിം പ്രസന്റ് ചെയ്യാൻ വേണ്ടിട്ട് അലോ ചെയ്യാം കേട്ടോ. നമുക്ക് ഏകദേശം ബാക്കിയുള്ളവർക്ക് ഇപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അറിയാൻ പോലും നമുക്കൊരു ഐഡിയ കിട്ടും അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ഈ പ്രസന്റ് ചെയ്യുന്നത്. ഒരു ഐഡിയ ഇങ്ങനെയാണ് മറ്റു കുട്ടികൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രെയിം ചെയ്യാൻ പറയുന്നത്. പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളത് പ്രസന്റ് ചെയ്യണം കേട്ടോ. ടെൻഷൻ ഒന്നും അടിക്കണ്ട. റെക്കോർഡ് ക്ലാസ് കാണുന്ന കുറെ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷൻ, ഞങ്ങൾ ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യും, മാമിനെ എങ്ങനെ കാണിക്കുന്നൊക്കെ ഉള്ളത്. അപ്പൊ ടെൻഷൻ ഒന്നും അടിക്കണ്ട. വൈവയുടെ സമയത്ത് ഇതെല്ലാം ഞങ്ങൾ നോക്കിയിട്ടായിരിക്കും വൈവയ്ക്ക് മാർക്ക് ഇടുന്നത് കേട്ടോ. അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നേ? വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ശ്രുതി ചോദിച്ചോ. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്സ് ഒക്കെ അല്ലേ ക്വസ്റ്റ്യൻ വരുമ്പോൾ മൊത്തം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം എന്നുണ്ട്. എങ്ങനെയാ അത് ക്വസ്റ്റ്യൻ വരിക? ക്വസ്റ്റ്യൻ അങ്ങനെയല്ല വരാം. ഞാനിപ്പോ പറഞ്ഞ ചില പോയിന്റുകളുണ്ട്. നമ്മളിപ്പോ മോക്ക് ടെസ്റ്റ് കിട്ടൂലേ, അപ്പൊ ഒന്ന് ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാം. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസിന് മാത്രമേ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടു. ഫസ്റ്റ് എയ്ഡ് ഇട്ടിട്ട് ചൈൽഡ് വെൽഫെയറും ചെയ്തിട്ടാ തോന്നുന്നു. ആണോ? ഞാനത് പറഞ്ഞേക്കാട്ടോ. ഓക്കെ ഓക്കെ അത് രണ്ടും ഇട്ടേക്കാം. മിസ്സേ അഞ്ചു മിസ്സേ ഞാൻ നാട്ടിലില്ല. അപ്പൊ എനിക്ക് ഈ വർക്ക് ചെയ്യുന്നേനെ, അപ്പൊ എനിക്ക് ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറെ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല. പിന്നെ സാധനങ്ങൾ എവിടെയാ കിട്ടുന്നേന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പം കുറച്ച് എവിടെയാണ്? ഞാൻ പുറത്ത് കുവൈറ്റില്ല.
ഉപയോഗിച്ചാണ്. അവിടെ നിന്നുള്ള കുട്ടികൾ നമുക്ക് വരാറുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. വലിയ റിസ്ക് കിട്ടുന്നില്ലെങ്കിൽ എടുക്കുമ്പോഴത്തേനും സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുമ്പോഴത്തേനും കുറച്ച് ടൈം എടുക്കും, അതാണ് ഡിലേ ആവുന്നത്. കുഴപ്പമില്ല, അത് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവർക്ക് അത് അവൈലബിൾ, അങ്ങനെ പെട്ടെന്ന് അവൈലബിൾ ആവാറില്ല. പക്ഷെ അവർ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഒന്ന് നോക്ക് ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് ഒന്ന് നോക്ക് കേട്ടോ. ചെയ്യാം മിസ്, ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ടൈം കുറച്ച്. അത് കുഴപ്പമില്ല. ഇപ്പൊ ഇവര് ടൈം ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കംപ്ലീറ്റ് ചെയ്യില്ല. നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അവർ ടൈം പീരീഡ് കൊടുക്കുമ്പോ കംപ്ലീറ്റ് ആക്കാനായിട്ട് അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ട്. ലാസ്റ്റ് നമ്മൾ എല്ലാ ആക്ടിവിറ്റിയും കൂടെ ഒറ്റയടിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ട്രെയിനിങ് അവൈലബിൾ അല്ലെങ്കിൽ എന്തായാലും ഷൂലേസ് കിട്ടില്ലേ? ഷൂലേസ് എനിക്കിപ്പം ബട്ടണും മറ്റേ നമ്മുടെ പ്രസ് ബട്ടൺ ഉണ്ടല്ലോ, അതും സിബും കിട്ടി. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അത് ഷൂലേസ് ഒക്കെ ഒപ്പിക്കാം. മറ്റേ നമ്മുടെ ഈ ബാഗിൽ വെക്കുന്ന പോലത്തെ ക്ലിപ്പ് അങ്ങനത്തെ പിന്നിന്റെ ഒരു ഫ്രെയിമും കൂടി എന്ത് ചെയ്താൽ മതി. പിന്നില്ലേ നോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നുണ്ടല്ലോ, അതിന്റെ ഒരു ഫ്രെയിമും കൂടി ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ട് നമുക്കപ്പോ അവൈലബിൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവരോട് ഞാൻ പിന്നിന്റെ ഫ്രെയിം പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം പിന്നിന്റെ ഫ്രെയിം ആയിരിക്കും ചെയ്യുന്നത്. ഇല്ല കുഴപ്പമില്ല, ഞാൻ മാക്സിമം നോക്കിക്കോളാം സാധനങ്ങൾ. നോക്കിയാൽ മതി. ഇപ്പൊ 4 കിട്ടിയില്ലേ, ഇപ്പൊ നമ്മുടെ ഇതും കൂടി നോക്കിയാൽ മതി കേട്ടോ. പിന്നിന്റെ ഫ്രെയിം അതും ഉണ്ട് നമുക്ക്. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നത്? ഞാനാണ് മിസ്. പറഞ്ഞോടാ. Good morning, teacher, and good morning, students. I extend a heartfelt thank you to all who made today's event a success. A special thank to our teacher for your valuable class time and inspiring words. We are truly honored by your presence. Thank you for you, wonderful class and students, for your presence and participation. Thank you, teacher. Thank you for all. Thank you all. Thank you, miss. Thank you, miss.